എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഏകദേശം 54 ദിവസമായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരു വീഡിയോ പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഏകദേശം 2 മാസത്തിനടുത്തായി ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അവസാനമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് കൊണ്ട് RB ലൈപ്സിങ്ങിനെതിരെയുള്ള ആ ഒരു മത്സരത്തെ കുറിച്ചിട്ടായിരുന്നു. റയൽ vs RB ലൈപ്സിങ് മത്സരത്തെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഫുട്ബോളിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്നും നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്തിട്ടില്ല. അതിൻ്റെ ഈ ഒരു UCLന്റെ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞ് സെമി ഫൈനൽ ആരംഭിച്ചിട്ടുണ്ട്. സെമി ഫൈനൽ ഫസ്റ്റ് ലെഗ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി മുതൽ മേ ബി നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങുകയാണ്. ഒരാഴ്ചയിൽ ഒരു 3 വീഡിയോയെങ്കിലും നമ്മൾ ചെയ്യുന്നുള്ളതാണ് വിചാരിക്കണത്. ആ ഒരു ടൈമിങ്ങിനനുസരിച്ചാകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ നടക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ അവസാന 4 ടീമുകൾ എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ്, അതുപോലെ തന്നെ ബയൺ മ്യൂണിക്ക്, പിന്നെ PSG, ബൊറൂസിയ ഡോട്ട്മുണ്ടാണ്. ഇതിലിപ്പോൾ ഫസ്റ്റ് ലെഗ് കഴിഞ്ഞപ്പോൾ ലീഡ് ഉള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ബൊറൂസിയ ഡോട്ട്മുണ്ടിന് മാത്രമാണ് ഒരു ഗോളിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളത്. ബാക്കി മത്സരം പറഞ്ഞാൽ റയൽ ബയണും അലയൻസ് അരയിലെ ഡ്രോണ് അവസാനിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ ഒരു രണ്ടും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ PSG റയൽ മാഡ്രിഡും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. PSG പറഞ്ഞ എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ PSG ആണ് സത്യത്തിൽ ആ ഒരു മത്സരത്തിൽ ഹൈലൈറ്റ് ആയി കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ ഈ ഒരു ബൊറൂഷ്യ ഡോട്ട്മുണ്ടിന് നല്ലൊരു പ്രകടനം PSG ഗ്രൗണ്ടിൽ വെച്ച് കാഴ്ചവെക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ഒറ്റ ഗോളിന്റെ അഡ്വാൻറ്റേജ് ഉള്ളൂ. ആ ഒരു ഒറ്റ ഗോളിന്റെ അഡ്വാൻറ്റേജ് ഈ ഒരു സെക്കൻഡ് ലെഗിലും പിടിച്ചു നിൽക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൊറൂസിയ ഡോട്ട്മുണ്ടിന് ആ ഒരു ഫൈനലിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഒരു ബയൺ vs റയൽ മാഡ്രിഡിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലയൻസ് അരേനയിൽ നല്ലൊരു പ്രകടനമായിരുന്നു ഈ ഒരു ബയൺ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ആ ഒരു മത്സരത്തിൽ ആദ്യം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് റയലാണ്. അതിൽ തന്നെ ഈ ഒരു ആദ്യമൊക്കെ നല്ല കളിച്ച ടീം എന്ന് പറയാന്നുണ്ടെങ്കിൽ എപ്പം പറയണായിരിക്കും റയലിന്റെ കളി പറയാന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നല്ല കളിച്ച ടീം എന്ന് പറയാന്നുണ്ടെങ്കിൽ ഓപ്പണന്റ് ആവും. അതായത് ബയണാണ് നല്ലൊരു മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമുക്കറിയാം ഇങ്ങനത്തെ മത്സരങ്ങളിലൊക്കെ റയൽ മാഡ്രിഡിന് ഒരു ഇപ്പോൾ സിറ്റിനോടൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കണ്ടാണ് 10-14 ചാൻസ് സിറ്റി ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഏകദേശം ഒരു ചാൻസ് കിട്ടിയ റയൽ അത് ഫിനിഷ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലല്ല, ഒരു ചാൻസ് കിട്ടിയത് അത് മുതലെടുക്കുന്നതിലുള്ളതാണ് കാര്യം എന്നുള്ളതാണ് ഈ റയലിന്റെ ഇതിൽ നമുക്ക് മനസ്സിലാക്കുക. അത് തന്നെയാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റയലിന് ഏകദേശം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ 3 ഷോട്ടൊക്കെ റയൽ എടുത്തിട്ടുള്ളൂ. അതിൽ 1 ടാർഗറ്റിക്കും പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബയണിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയണ് ഒരു 6-7 ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു ഗോൾ ചാൻസ്, ഒരു വലിയൊരു ഗോൾ ചാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ബയൺ മ്യൂണിക് സൈഡിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ബയണിന് 2-2 എന്നുള്ള ഡ്രോയില് റയലിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെഗ് ബെർണാബിയിൽ വെച്ച് എന്താവും നടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു സീസണിലെ UCL വിന്നർ ആരാകും എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാ ലീഗും ഒന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിൽ അതിനുശേഷം നമ്മൾ വീഡിയോ നിർത്തിയതിന് ശേഷം ഒരുപാട് ഇത് മാറി വന്നു. ഇപ്പോൾ എനിക്കൊണ്ട് ആ ഒരു ആഴ്സണലാണ് ഇപ്പോൾ നിലവിൽ പോയിന്റ് 1-ാം സ്ഥാനത്തുള്ളത്. 1 ഗെയിമിന്റെ അഡ്വാൻറ്റേജ് എന്തോ ഉണ്ട് ആഴ്സണലിന്. പിന്നെ ലാലിഗ ഈ ഒരു ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ലാ ലീഗയിൽ ബാസ vs ജിറോണ മത്സരം നടക്കുന്നുണ്ട്. ആ ഒരു മത്സരം ഡ്രോ ആകുകയോ അല്ലെങ്കിൽ ബാസ പരാജയപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് ഈ ഒരു നൈറ്റ് തന്നെ ചാമ്പ്യന്മാരാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്റർ മിലാൻ ചാമ്പ്യന്മാരായിട്ടുണ്ട്. സീരിയയിൽ ബുണ്ടസ് ലീഗ ഈ ഒരു സാബി അലോൺസോന്റെ ലെവർകൂസൻ ചാമ്പ്യന്മാരായിട്ടുണ്ട്. അത് ഇപ്പോഴും അൺബീറ്റൺ റണ്ണ് തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലെടുത്ത് പറയേണ്ട ഒരു സംഭവം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഘടകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇത്രയും കാലം വീഡിയോ ഒന്നും ഇട്ടില്ല. ഇനി മുതൽ വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.